രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആ ഭൂമിദേവിനെ ചവിട്ടിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഭൂമിദേവിയോട് സോറി പറയും. നമസ്കാരം. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരം അനുശ്രീ ഒരു വേദിയിൽ ഒരു ചടങ്ങിനോടനുബന്ധിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ താൻ ഭൂമിദേവി എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, ഒരു ദിവസം പുലർച്ചെ കാലെടുത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാലെടുത്ത് ഭൂമിയിൽ ചവിട്ടുന്നത് മുതൽ അന്നത്തെ ദിവസത്തിന്റെ അവസാനത്തെ ചവിട്ട് വരെ ഭൂമിക്ക് ഞാൻ കൊടുക്കുന്നതിൽ എനിക്കുള്ള വേദന, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഭൂമിദേവിയോട് മാപ്പ് ചോദിക്കാറുണ്ട്. ഞാൻ ചവിട്ടി നോവിക്കാൻ പോവുകയാണ്, ഞാൻ ചവിട്ടി നടക്കാൻ പോവുകയാണ്, ഈ വക കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. ഒരു ശ്ലോകവും ഒക്കെ ചൊല്ലി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ താഴെ വന്ന് കുറേ വിവരദോഷികൾ വിവരദോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചുമ്മാതല്ല സംഘികൾ ഇങ്ങനെയായത്, അങ്ങനെയായത്, ഇങ്ങനെയായത്, അന്ധവിശ്വാസികളാണ്, അതാണിതാണ്. ഈ സംഘികൾക്കോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം മാത്രമല്ല, ഭൂമി എന്നുള്ളത് ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നതല്ല, എല്ലാവർക്കും ഉള്ളതാണ് ഭൂമി. രാവിലെ മുതൽ ഞാൻ വൈകിട്ട് വരെ ചവിട്ടാൻ പോവാണ്, ക്ഷമിച്ചേക്കണേ. ഭൂമി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ തന്നെയാണ്. അനുശ്രീ ഉദ്ദേശിച്ചത് അതാണ്. നമ്മളിപ്പോൾ ഭൂമി ഇടപാടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് അല്ലേ, നമ്മൾ വസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഭൂമി എന്ന ഗോളമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, അത് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുക എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട്. കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയെന്ന്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ആ ചൊല്ലുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളുടെ നിലനിൽപ്പിനെ ഒരു സംഭവം, ഒരവസ്ഥ ബാധിക്കുന്നു എന്നതാണ്. നമ്മുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ നമുക്കെല്ലാം കൈവിട്ടു പോകുകയാണ്, നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാവുകയാണ് എന്നതാണ് അതിനർത്ഥം. അതായത് ഈ മണ്ണില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഇതറിയാൻ ഒരു വിശ്വാസി ആയിരിക്കണമെന്നില്ല, ഒരു ദൈവവിശ്വാസി ആയിരിക്കണമെന്നില്ല, ഒരു വിശ്വാസത്തെയും ആശ്രയിക്കേണ്ട കാര്യവുമില്ല. സയൻസിനെ മാത്രം വിശ്വസിക്കുന്നവർക്കും യുക്തിവാദികൾക്കും എല്ലാം ഒരുപോലെ മനസ്സിലാകേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ് അനുശ്രീ പറഞ്ഞത്. അനുശ്രീ അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. എത്ര മഹത്തായ ഒരു ആശയമാണ്, ഒരു ചിന്താഗതിയാണ് അനുശ്രീ അവിടെ പ്രകടിപ്പിച്ചത്. നമ്മൾ ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഞാൻ ചവിട്ടി നോവിക്കുകയാണ്. ഭൂമി ദേവി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല. ഭൂമി എന്ന വാക്ക്, പല വാക്കുകൾക്കും പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട് എന്ന് ഏകദേശം വിവരമുള്ള എല്ലാവർക്കും അറിയാം. അറിയാത്തവരാണ് ഈ വന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യദേവൻ എന്നാണ് പറയുന്നത്. സൂര്യനെ ഒരു പുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത്, പുല്ലിംഗമായിട്ടാണ് സൂര്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ഭൂമി എന്നത് നമ്മൾ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ ഭൂമി ദേവി എന്ന് പറയുന്നു. ഭാരതമാതാവ് എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? ഭാരതത്തെ അമ്മയായിട്ട് നമ്മൾ കരുതുന്നു. അമ്മ ഒരു സ്ത്രീയാണ്, സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നു നമ്മൾ ഭാരതം എന്ന വാക്കിനെ. ഇപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, ഉമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. എന്ത് വിളിച്ചാലും ആ മാതൃത്വം എന്നത് ഒന്നാണ് അല്ലേ, സെയിം ആണ്. അതിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം, അതിനോട് കാണിക്കുന്ന വൈകാരികതയും അടുപ്പവും ഒക്കെ എത്ര തീവ്രമാണ്, അത് അളക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ നമ്മുടെ പെറ്റമ്മയോട് കാണിക്കുന്ന അതേ വൈകാരികത, ബഹുമാനം, അതേ വില മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത ആ അമ്മയുടെ മാറിലെ ചൂട്, അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാലിൻ്റെ മധുരം, അതിൻ്റെ നന്മയൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാ പരിഗണനയും, ഈ എല്ലാ പരിഗണനകളും നമ്മൾ എന്തിനും കൊടുക്കണം. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിക്കും മണ്ണിനും നമ്മൾ കൊടുക്കണം എന്ന മഹത്തായ ആശയമാണ് അനുശ്രീ അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവിടെ പറഞ്ഞു വെച്ചത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് അവർ പറയുകയായിരുന്നു. അതിനും താഴെ വന്ന് എന്നാൽ പിന്നെ അനുശ്രീ കക്കൂസി പോകത്തില്ലായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് വന്ന് കമൻ്റ് ഇടുകയാണ്. അവർക്ക് മറുപടി കൊടുക്കുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. എന്നാലും ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വലിയ സന്ദേശമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. കാരണം സൗജന്യമായി കിട്ടുന്നതിനൊന്നിനും വിലയില്ലല്ലോ. പക്ഷേ സൗജന്യമായി കിട്ടുന്ന പലതും വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതുമാണ്. നമ്മുടെ ഭൂമിയിൽ ചില സാധനങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്സിജൻ, ആ കൊറോണ വന്ന സമയത്ത് ഒരു ഇറ്റ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ മനുഷ്യർ, ഓക്സിജൻ സിലിണ്ടറുകളുമായി നടന്ന മനുഷ്യർ, ഇതൊക്കെ ഉണ്ട്. ജലം, കാറ്റ്, വെയിൽ, ഇതെല്ലാം നമ്മുടെ പ്രകൃതി നമുക്ക് സൗജന്യമായി തരുന്നതാണ്. പക്ഷേ ഇതിനെ ഒന്നും നമ്മൾ വിലമതിക്കാറേയില്ല, വില കൊടുക്കാറേയില്ല. കാരണം ഇതൊക്കെ സൗജന്യമാണ്. ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ വില എത്രത്തോളമാണെന്ന് നമ്മൾ അറിയൂ. പല സാധനങ്ങളും അങ്ങനെയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ, ചുവരുണ്ടെങ്കിലേ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ, ചില സാധനങ്ങൾ ഉള്ളപ്പോൾ ഒരു കാരണവശാലും നമുക്കതിൻ്റെ വില അറിയാൻ പറ്റില്ല. അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അറിയൂ. നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു 50 കോടി രൂപ ഇന്ന് തരാം, നിങ്ങൾ സന്തോഷവാനാകുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും, അയ്യോ സന്തോഷവാനാകും, പെട്ടെന്ന് തരൂ. ശരി, 50 കോടി രൂപ ഞാൻ തരാം, പക്ഷേ അടുത്ത ഒരു 10 മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് ഓക്സിജൻ തരില്ല, നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. സമ്മതിക്കുമോ നമ്മൾ?
നമ്മളതിന് വഴങ്ങുമോ? ആ 50 കോടി രൂപയുടെ ഓഫർ അസ്ഥാനത്തായില്ലേ? അപ്പോൾ 10 മിനിറ്റത്തെ നമ്മുടെ പ്രാണവായുവിന് 50 കോടിയേക്കാൾ ഒരുപാട് വലിയ മൂല്യമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? ആ ഒരു തിരിച്ചറിവ് മതി നമ്മുടെ പ്രകൃതിയെ, പ്രപഞ്ചത്തെ, നമ്മുടെ പ്രാണവായുവിനെ, ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ, ഈ കാറ്റിനെ, വെയിലിനെ ഒക്കെ സ്നേഹിക്കാൻ. 50 കോടി കൊടുത്താലും അല്ലെങ്കിൽ എത്ര കോടി കൊടുത്താലും കിട്ടാത്തതാണ് നമ്മുടെ കയ്യിൽ സൗജന്യമായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ പ്രാണവായു, ഇതൊക്കെ നമുക്കിപ്പോൾ ആരുടെയും അനുവാദമില്ലാതെ യഥേഷ്ടം എടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അത് പറയുമ്പോൾ, അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ, ആ പറയുന്ന ആൾക്ക് വട്ടാണെന്ന് പറയുന്ന നിങ്ങൾക്കല്ലേ വട്ട്? ഈ കമൻ്റ് ഇടുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെത്താൻ പറ്റില്ല. കാരണം അതിന് മെനക്കെടാത്തത് കൊണ്ടാണ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, ആഹാരം കഴിക്കുന്നു, കിടക്കുന്നു, പണിക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ എല്ലാവരുടെയും ജോലി, എല്ലാവരുടെയും ഒരു ദിനചര്യ ഇതാണ്. അതിനിടയ്ക്ക് അല്പസമയം ഇരുന്ന് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ, നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവർ തിരിച്ച് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ചില സമയത്ത് പ്രകൃതി നമ്മളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു, ഈ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ഭൂകമ്പം, പ്രളയമൊക്കെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നു? നമ്മൾ എന്താണ് ഭൂമിയോട് ചെയ്യുന്നത് ഇത്രയും നമ്മളോട് ദേഷ്യം തോന്നാൻ? ആ ദേഷ്യം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയെ സന്തോഷവതിയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ മനുഷ്യരിരുന്ന് ചിന്തിക്കണം. എല്ലാവർക്കും അത് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടും അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും ചില ആളുകൾ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവരുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ നമ്മളോട് പറയുമ്പോൾ അതിനെ ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശരി, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാവുന്നതാണല്ലോ. അല്ലെങ്കിൽ അതിനെപ്പറ്റി മോശം പറയാതിരിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആരുടെയും പ്രശ്നമല്ല. ഒരാളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിനനുസരിച്ചല്ലേ ഒരാൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് ചെന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പാൽപ്പായസം കൊടുക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ചിരട്ടയുള്ളെങ്കിൽ ആ ചിരട്ടയും കൊണ്ടേ ചെല്ലുള്ളൂ, അതിൽ കൊള്ളുന്നതേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. മറിച്ച് എൻ്റെ കയ്യിൽ ഒരു വലിയ അണ്ടാവുണ്ട്, ഒരു ഉരുളി ഉണ്ടെങ്കിൽ അതും കൊണ്ട് ചെന്ന് അത് നിറച്ച് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാം. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കാനുള്ള വിശാലത എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ അറിവും ആ അറിവിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പാണ്ഡിത്യവും. ഒരുപാട് ബുക്കുകളൊന്നും വായിക്കണമെന്നൊന്നും ഇല്ല ഈ അറിവ് നേടാൻ. കുറേ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു നിമിഷം ഇരുന്ന് ആലോചിക്കാനുള്ള ഒരു പക്വത, ക്ഷമ, മനസാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം. അനുശ്രീ പറഞ്ഞതിനോട് എനിക്ക് വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ഏകദേശം അങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് അങ്ങനെ ആലോചിക്കാറുണ്ട്. എന്നെ ചവിട്ടി നിർത്തുന്ന ഈ മണ്ണ്, ഇതിനെ ചവിട്ടി മെതിച്ചാണ് ഞാൻ നടക്കുന്നത്, ദൂരങ്ങൾ താണ്ടുന്നത്, അല്ലെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിന്ന് സങ്കടപ്പെടണമെങ്കിലും ഒന്ന് പൊട്ടിക്കരയണമെങ്കിലും നിലത്തിരുന്നാൽ ഒന്ന് കൈകുത്തി എഴുന്നേൽക്കണമെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഭൂമിയുടെ ഒരു സപ്പോർട്ട് വേണം, പിന്തുണ വേണം എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്താണ് തിരിച്ച് എൻ്റെ ഭൂമിക്ക് കൊടുക്കേണ്ടത്? മര്യാദ, ബഹുമാനം, അല്ലേ? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. അതാണ് അനുകമ്പ. നമ്മൾ ഉറുമ്പിനെ ഒന്നും ചവിട്ടാതെ നമുക്ക് നടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിങ്ങനെ താഴെ നോക്കി നടക്കുന്ന സമയത്ത് ഒരു എറുമ്പിനെ കണ്ടാൽ അതിനെ ചവിട്ടാതെ പോകാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വണ്ടിയൊക്കെ പെട്ടെന്ന് നല്ല സ്പീഡിൽ ഓടിച്ചു പോകുമ്പം ചെറിയ കിളികളോ എന്തെങ്കിലും ചെറിയ അണ്ണാനോ ഓന്തോ ഒക്കെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചവിട്ടാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കൊന്ന് ചവിട്ടാം. ആ ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാം. എല്ലാവർക്കും ഒരു തുടിപ്പുണ്ടല്ലേ, ഉള്ളിൽ കിടന്ന് തുടിക്കുന്നുണ്ട്. അത് നിൽക്കുമ്പോൾ എല്ലാവരും തീർന്നു. എല്ലാ ജീവികൾക്കും അങ്ങനെ ഒന്ന് തുടിക്കുന്നുണ്ട്. ആ തുടിപ്പിന് നമ്മുടെ തുടിപ്പോളം വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഞാൻ ഫിലോസഫി പറയുകയാണ് എന്നൊന്നും ആരും ചിന്തിക്കരുത്. അനുശ്രീയോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അഭിനന്ദനങ്ങൾ അനുശ്രീ. ആർക്ക് മനസ്സിലാകുന്നു മനസ്സിലാകുന്നില്ല എന്നത് നമ്മുടെ കാര്യമല്ല. നമ്മുടെ കർമ്മം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉള്ളിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം, വലിയ സേവനം. നിങ്ങൾ തുടരുക. വിവരദോഷികളെ, നിങ്ങൾക്ക് വിവരം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറയുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക. അല്ലെങ്കിൽ വിവരദോഷികളായി തന്നെ തുടരുക. അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കുക.